എന്റെ വിഷയം കളിക്കളമാണ്. കളിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആവേശത്തോടെ പന്തുകൾ വളരെ ധൃതിയിൽ തട്ടും. വളരെയധികം വേഗത കൊണ്ട് പന്ത് കുതിക്കുകയും ചെയ്യും. പിന്നെ പന്തിനെ നമ്മളെടുത്ത് പന്ത് കൊണ്ട് നമ്മൾ തട്ടുകയും പന്തിനെ വളരെ ആവേശത്തോടെ വളരെയധികം ആവേശത്തോടെ നമ്മൾ ഉരുട്ടും. പന്ത് കൊണ്ട് ഒരുപാട് കളികൾ നമ്മൾ കളിക്കും. പന്ത് കൊണ്ട് തലയിൽ വെച്ച് നമ്മൾ വളരെ ധൃതിയിൽ ചാടി അടിക്കും. കളിക്കുന്ന സ്ഥലത്ത് ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. പന്തുകൾ കൊണ്ട് വിവിധ തരത്തിലുള്ള കളികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കളിക്കുന്ന സ്ഥലത്ത് പന്തും അതിന്റെ കളിക്കുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളും കാണും. പന്ത് കൊണ്ട് വലിയ ഗോളത്തിലേക്ക് തട്ടിക്കയറ്റുന്നു. അപ്പോൾ ജനങ്ങൾ വളരെ ആവേശകരാകുന്നു.
കളിക്കളത്തെ എന്റെ വിഷയം എന്നുള്ളത് കിടപ്പുമുറിയാണ്. നാം എന്നും രാത്രി ഉറങ്ങുന്നത് നമ്മുടെ കിടപ്പുമുറിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നതും ചിലപ്പോൾ മുറിയിൽ നിന്നായിരിക്കാം. അതുപോലെ തന്നെ ചില അതിഥികൾ വരുമ്പോഴും ഞങ്ങൾ റൂമിലേക്ക് ക്ഷണിക്കാറുണ്ട്. പഠനമുറി എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പഠനമുറി ഉണ്ടായിരിക്കണം. വീട്ടിൽ പഠനമുറി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കയറി വന്നാൽ അവർ എല്ലാം അടുത്തും കയറിയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് എനിക്ക് പഠിക്കാൻ കുറച്ച് സമയം അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പഠനമുറിയിലേക്ക് പോകും. അതാകുമ്പം അവിടെ ആരും കയറി വരുന്നില്ല. പഠനമുറിയിൽ പഠിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ വിദ്യാലയം വിട്ടു വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹത്തിന്റെ ഉദ്ദേശം കടൽ തീരം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. അതിനെനിക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, നമ്മുടെ നാട് തന്നെ ഒരു കടൽ തീരത്തിന്റെ അടുത്താണ്. അപ്പോൾ കടൽ തീരത്തിൽ ഒരുപാട് വിദേശികൾ വരികയും അവിടെ ഉല്ലാസത്തിന് വേണ്ടി വന്ന് കടലിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, നാം വൈകുന്നേരങ്ങളിൽ കുറച്ചുകൂടി കൊണ്ട് കളിച്ചാൽ നമുക്ക് ഉന്മേഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് വിൽക്കുന്നതിലൂടെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് ഒരു വഴിയൊരുക്കുന്നു. അങ്ങാടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുടെ സ്നാനം